സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയ് ഘോഷ് എഴുതിയ നിലാവ് മാത്രമല്ല. മടക്കത്തിൽ വളരെയേറെ പ്രസന്നനായിരുന്നു ദിനേശൻ. പത്രത്തിലെ മാട്രിമോണിയൽ പേജിലെ പരസ്യം കണ്ട നിമിഷം ഈ പെൺകുട്ടിയാണ് കിരണിൻ്റെ ഭാര്യയാവുക എന്ന് മനസ്സിൽ തോന്നിയ നിമിഷം എത്ര സത്യമുള്ളതാണെന്ന് അയാൾ അറിഞ്ഞു. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന ചൊല്ല് ശരിയാണ് അല്ലേ? പാതി തന്നോട് തന്നെയും പാതി കിരണിനോട് തന്നെയും ദിനേശൻ ചോദിച്ചു. എന്താ അങ്ങനെ തോന്നാൻ? കിരൺ ദിനേശനെ നോക്കി. കഴിഞ്ഞ കൊല്ലമോ അതിനു മുമ്പോ നീ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അത് ഈ കുട്ടിയാവില്ലല്ലോ. ഈ കുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെടില്ലായിരുന്നല്ലോ. കിരൺ ഒന്നും പറഞ്ഞില്ല, നിസ്സംഗനായി കേട്ടു. ദിനേശൻ തുടർന്നു. വിശ്വനാഥൻ സാറിനോട് സംസാരിച്ചപ്പോൾ മുമ്പ് പരിചയമില്ലാത്തൊരാളാണെന്ന് തോന്നിയില്ല. വാക്കിലും നോക്കിലുമെല്ലാം എന്തൊരു മാന്യത, തറവാടിത്തം. കിരൺ മൂളി. അയാൾ വിചാരിച്ചു, ആദ്യ ശ്രമത്തിൽ തന്നെ പെണ്ണ് കാണില്ലെന്ന ഈ ബോറൻ പരിപാടി ക്ലിക്കായതു ഭാഗ്യം. ഇല്ലെങ്കിൽ ഇതൊരു തുടർക്കഥയായനെ. ഓരോ തീയതി നിശ്ചയിച്ച് ഓരോ വീട് കയറിയിറങ്ങുക, ചായയും ലഡുവും കഴിക്കുക. ഇവിടെ ദൈവം തുണച്ചു. പക്ഷേ ഒരു ചിലന്തവലയിലേക്കാണ് പ്രവേശിക്കുന്നത്. സ്വന്തം ചിറക് രണ്ട് മുറിക്കാനുള്ള ആയുധം ഏതോ ഒരുത്തി ഏൽപ്പിക്കുന്ന ചടങ്ങിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി ചലനങ്ങൾക്കും തീരുമാനങ്ങൾക്കും കാരണം ബോധിപ്പിക്കേണ്ടി വരും. ഇവിടെ പോയി വൈകിയതെന്ത്, എപ്പോഴെത്തും? പെണ്ണ് കെട്ടിയുള്ള സഹപ്രവർത്തകരിൽ ചിലരെങ്കിലും സ്വയം ശപിക്കുന്നത് കണ്ടിട്ടുണ്ട്. വേണ്ടായിരുന്നുവെന്ന്, ഒറ്റയാൻ ജീവിതം മതിയായിരുന്നുവെന്ന്. പക്ഷേ തൻ്റെ കഥ അതാവില്ല. അവിവാഹിതനായിരിക്കും കിരൺ. നീ എന്താ മിണ്ടാത്തത്? ഒരഭിപ്രായം പറയാനില്ലേ? അതോ ഇഷ്ടമായെന്ന് പറഞ്ഞത് എനിക്ക് വേണ്ടിയാണോ? അല്ല ചേട്ടാ, ഇഷ്ടമായില്ലെങ്കിൽ നിന്നെ എഡിറ്റെന്ന് വിളിക്കേണ്ടി വരും. അത്ര നല്ല അലയൻസാണ്. ജോത്സ്യരെ കാണുക, ഏറ്റവും നിയറസ്റ്റായ ഒരു തീയതി, അതതിന് വേണ്ടത്. വിവാഹം എവിടെ വച്ച് വേണമെന്ന് വല്ല മോഹവുമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഗുരുവായൂരിലായാലോ? വിരോധമില്ല. ആ മറുപടി പറഞ്ഞു തീരും മുമ്പ് കിരണിൻ്റെ ഓർമ്മയിൽ ഒരു പാതിരാവിൽ ഒരു കിടപ്പറയിൽ പൊങ്ങിയ ഒരു ചോദ്യം മുഖം കാട്ടി. എന്നെ എന്തെങ്കിലും കിരൺ കല്യാണം കഴിക്കുമോ? അതിനുത്തരം കൊടുത്തില്ല. അറിയാത്ത, ഉറപ്പില്ലാത്ത ഉത്തരങ്ങൾ എങ്ങനെ പറയാൻ? ധ്വനി സാമുലിൻ്റെ പെണ്ണായിരിക്കെ മനസ്സ് പലപ്പോഴും കൊതിച്ചിട്ടുണ്ട്, ഇവളെൻ്റേതായിരുന്നെങ്കിൽ. പക്ഷേ അക്കരപ്പച്ച ഇക്കരപ്പച്ചയായപ്പോൾ മനസ്സ് വിലക്കുന്നു. ഇത് മതി, ഇത്ര മതി. എന്തായാലും സാമുവലിൻ്റെ ചൂടറിഞ്ഞ ദേഹമാണല്ലോ. ഒന്നാം മുഴക്കാരൻ താനല്ല, അവനാണ്. അതുകൊണ്ട് അവകാശബോധത്തോടെ ധ്വനിയും ആവശ്യപ്പെടില്ല. 2 കൊല്ലത്തെ ബന്ധത്തിനുള്ളിൽ ഒരു ദിവസമേ അങ്ങനെ അവൾ സംശയം ഉന്നയിച്ചുള്ളൂ. മറുപടിയിൽ നിന്ന് താൻ തെന്നിമാറിയത് ഒരു ഉമ്മയുടെ പരിചയം ഉപയോഗിച്ചാണ്. അതോടെ അവൾക്ക് ബോധ്യമായി പെട്ടെന്ന് ഉത്തരം കിട്ടാൻ പോകുന്നില്ലെന്ന്. ഒരർത്ഥത്തിൽ അവൾ പറഞ്ഞത് ശരിയാണ്. ചാകും മുമ്പ് സാമുവൽ തന്നോട് ഇരന്നു നേടിയതാണ് ആ വാഗ്ദാനം. പെരുമഴയത്ത് ഇറക്കിവിടില്ലെന്ന ഉറപ്പ്. വിവാഹമായിരുന്നോ അവൻ്റെ ഉദ്ദേശം? അതോ വെറും സംരക്ഷണമോ? അതോ തൻ്റെ ഉള്ളിലിരിപ്പിൻ്റെ എന്തെങ്കിലും രഹസ്യമുദ്രകൾ അവന് നേരത്തെ തന്നെ കിട്ടിയിരുന്നോ? സംഭവ്യമാണ്. ചായ തരുമ്പോഴും ഊണ് വിളമ്പോഴും തൻ്റെ നോട്ടം എത്ര നിയന്ത്രിച്ചിട്ടും പാളിപ്പോയിട്ടുണ്ട്, ധ്വനിയിലേക്ക് വീണിട്ടുണ്ട്. അവനത് ശ്രദ്ധിച്ചിരിക്കാം. മരണം വിഴുങ്ങുന്നില്ലെന്ന് ഉറപ്പായിരുന്നെങ്കിൽ, ജീവിതം തിരിച്ചു കിട്ടിയേക്കുമെന്ന നേരിയ പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊരു യാചന നടത്തുമോ അവൻ? ഇല്ല, ഉറപ്പായും ഇല്ല. അവനറിയാൻ കിരണിനെ. ലഹരിയുടെ ഉത്സവരാവുകളിൽ ഭൂതകാലത്തിൻ്റെ കുസൃതികൾ പലതും പരസ്പരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടുവേലക്കാരി രാജിയും ബ്യൂട്ടി പാർലർക്കാരി സാരംഗിയുമൊക്കെ മുഖം കാട്ടിയിട്ടുമുണ്ട്. സാമുവൽ അവൻ്റെയും വീരകഥകൾ പറഞ്ഞു. കൗമാര യൗവന കാലങ്ങളിലെ വഴുക്കലുകൾ, വീഴ്ചകൾ. കിരണിനെ സാമുവൽ ശരിക്കറിയാം. മനഃപൂർവ്വം തന്നെ എടുത്തിട്ടതാണോ ചോദ്യം? മഴയത്ത് ഇറക്കി വിടുമോ അവളെ? മരണഭീതി ചോദിപ്പിച്ച ചോദ്യം. സാമുവൽ ഇല്ലാതായാൽ പിന്നെ ധ്വനിയുടെ മുമ്പിൽ അപാരതയാണ്, ഇരുട്ടാണ്, ശൂന്യതയാണ്. തിരിച്ച് പോകാനാവില്ല അവൾക്ക് അവളുടെ തറവാട്ടിലേക്ക്. മനസ്സുകൊണ്ട് ചവിട്ടി പുറത്താക്കിയതാണ് അവളെ ബന്ധുജനം. ജോലിയില്ല, വരുമാനമില്ല. സാമുവലിൻ്റെ സമ്പാദ്യത്തിൻ്റേതായി നയാ പൈസ നീക്കി ബാക്കിയില്ല. സഹായത്തിന് ചെറിയമ്മ എന്ന പേരിൽ ആ സ്ത്രീയും അവരുടെ മന്ദബുദ്ധിയായ മകനും. അവരും പിരിഞ്ഞു പോകാം. സാമുവൽ ബുദ്ധിമാനാണ്. മഴ പെയ്യുമെന്നറിയാം. മെല്ലെ കൂട്ടുകാരൻ്റെ കുടക്കീഴിലേക്ക് ഒരപേക്ഷ സമർപ്പിച്ചിട്ട് സമാധാനത്തോടെ മരിച്ചു. തനിക്കത് ഉർവശി ശാപം ഉപകാരമായി എന്നത് വേറെ കാര്യം. പെണ്ണ് കാണൽ വിഷയം ഇന്നത്തെ യാത്ര ഒന്നും ധ്വനിയോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയൊന്നുമല്ല.
ഒരു നൈരാശ്യത്തിൻ്റെ കണ്ണീർ പശ്ചാത്തലം ഈ ചടങ്ങിന് വേണ്ടെന്ന് തോന്നി. ദിനേശേട്ടനെ ധിക്കരിക്കാൻ ഇനിയാവില്ല. അമ്മയുടെ ആവലാതികളും സുഖകരമല്ല. അവർക്ക് വേണ്ടിയാണിത്. ചിലതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്യേണ്ടി വരും ജീവിതത്തിൽ. ധ്വനിയോട് പറയാം, ഇന്ന് തന്നെ വേണമെന്നില്ല. നാളെയാകാം, മറ്റന്നാളാകാം. അവൾ പിണങ്ങിയേക്കാം, പക്ഷേ വിട്ടുപോകില്ല. എങ്ങോട്ട് പോകാൻ? അപാരതയാണ് മുമ്പിൽ. ഇത്തരം ഘട്ടങ്ങളിൽ ഉള്ള സൗകര്യത്തിൽ ഒതുങ്ങിക്കൂടുകയല്ലേ ബുദ്ധിജീവികൾ ചെയ്യേണ്ടത്? കിരൺ തൻ്റെ യുക്തിപൂർവമായ വിശകലനമോർത്ത് പുഞ്ചിരിച്ചു. ധ്വനിയല്ല, ചെറിയമ്മ വേഷം കെട്ടിയ ഭാനുമതിയാണ് പ്രതികരിച്ചത്. എന്തായാലും ഇത് ചതിയായിപ്പോയി സാറേ. ഏത്? കിരൺ ഭാനുമതിയെ തറപ്പിച്ചു നോക്കി. ഈ ബന്ധം നിൽക്കുമ്പോൾ വേറെ പെണ്ണ് കാണാൻ പോയത്. നിങ്ങളാരാ ഇത് ചോദിക്കാൻ? ആരാണെന്ന് കിരൺ ഗർജിച്ചതും ഭാനുമതി വിരണ്ടുപോയി. ഒന്നാമത്, ഞാൻ ധ്വനിയോട് സംസാരിച്ചത് നിങ്ങൾ ഒളിച്ചു നിന്ന് കേട്ടത് ചെറ്റത്തരം. ഞങ്ങൾക്ക് സംസാരിക്കേണ്ടത് ഞങ്ങൾ സംസാരിക്കും. അതിലേക്ക് നിങ്ങളെ വൃത്തികെട്ട ചെവി കൊണ്ട് മേലാൽ വന്നേക്കരുത്. മനസ്സിലായോ ഭാനുമതി ചെറിയമ്മയ്ക്ക്? സാമുവലിനോട് ഇടിച്ചു കയറി വർത്തമാനം പറയുന്ന പോലെ എന്നോട് വേണ്ട. അന്നം മുട്ടും തള്ളയുടെ മോൻ്റെ. കൂടും കുടുക്കയെടുത്ത് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും. മനസ്സിലായോ? വാ പൊത്തി വരച്ച് ഭാനുമതി പറഞ്ഞു. ഉവ്. എന്നാ അപ്പുറത്ത് പോ. ആ നിമിഷം ഭാനുമതി അപ്രതീക്ഷയായി. സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ച് കിരൺ ഒട്ടുനേരം അവിടെ തന്നെ നിന്നു. പിന്നെ വീണ്ടും കിടപ്പറയിലേക്ക് ചെന്നു. കട്ടിലിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു ധ്വനി. അവിടെ ഇരുന്ന് കിരൺ തുടങ്ങി. എനിക്കിത് നിന്നോട് പറയാതിരിക്കാം. ഞാനല്ലല്ലോ ചെയ്തത്. പോയതും കണ്ടതും വിസ്തരിച്ചു പറഞ്ഞു. പറയേണ്ടിയിരുന്നില്ല. സങ്കടം കൊണ്ട് ധ്വനിയുടെ ശബ്ദം അടഞ്ഞിരുന്നു. അതാണ് കിരൺ. ഒളിച്ചൊരു പരിപാടിയില്ല. അപ്പോൾ ഈ ബന്ധം ഒളിച്ചല്ലേ? നാളെ വരുന്ന പെൺകുട്ടിയോട് ഈ അടുപ്പത്തെപ്പറ്റി പറയുമോ കിരൺ? ഒരു ഒളിവുമില്ലാതെ. ഇതെന്താ വിചാരണയാണോ? അതിനെനിക്ക് അർഹതയില്ലല്ലോ. യെസ്, ഇല്ല. ആ ബോധം വേണം ഉള്ളിലെപ്പോഴും. പിന്നെ കുറേ നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല രണ്ടുപേരും. കണ്ണു നീറ്റുന്ന പുക പോലെയുള്ളൊരു നിശബ്ദത മുറിയിൽ പറ്റി നിന്നു. പറഞ്ഞത് ലേശം ഏറിപ്പോയെന്ന് കിരണിന് തോന്നി. ധ്വനിയെ പഴിച്ചുകൂടാ. അവൾക്ക് സഹിക്കാവുന്ന പ്രവൃത്തിയല്ലല്ലോ താൻ ചെയ്തത്. താലി കെട്ടിയില്ലെങ്കിലും ഭാര്യയെപ്പോലെയാണ് ധ്വനി സ്വയം കണക്കാക്കുന്നത്. ആ നിലയ്ക്ക് വലിയ ആഘാതം തന്നെയാവും ഈ പെണ്ണ് കാണൽ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞാൽ അർത്ഥം നാളെ ആ പെണ്ണിനെ കെട്ടുന്നതെന്നാണ്. അവൾ തൻ്റെ ഭാര്യയാവുമെന്നാണ്. ധ്വനിയുടേതെന്ന് അവൾ വിശ്വസിക്കുന്ന ഇടത്തേക്ക് വേറൊരുത്തി പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ധ്വനിയുടെ പ്രസക്തി? ഇതാണ് അവളെ മതിക്കുന്ന ചിന്ത. പക്ഷേ കേട്ടുകേൾവിയുടെ കാറ്റിലൂടെ അറിയുന്നതിലും ഭേദം തൻ്റെ മുഖത്ത് നിന്ന് തന്നെ അറിയുന്നതല്ലേ? അത് മനസ്സിലാക്കണ്ടേ ധ്വനി? അടുത്തു ചെന്ന് പുറത്ത് തലോടി തലയണ മറിഞ്ഞു കിടക്കുന്ന തലമുടി മൂക്കോട് ചേർത്ത് കിരൺ വിളിച്ചു. അപ്പോൾ അവൾ വിളി കേട്ടില്ല. പറയുന്നത് ശാന്തമായി കേൾക്കൂ. കേൾക്കാം. അടിമയല്ലേ ഞാൻ? ഇത് സ്റ്റുപ്പിഡിറ്റിയാണ്. നീ അടിമയുമല്ല, ഞാൻ യജമാനനുമല്ല. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണാണ് നീയെന്നൊന്നും ഞാൻ പറയില്ല. കാരണം അത് കള്ളമാണ്. 29-ാം വയസ്സുവരെ ഓം ശാന്തി ജപിച്ച് കഴിഞ്ഞൊരു പരബ്രഹ്മല്ല ഞാൻ. പക്ഷേ സാമുവലിൻ്റെ പെണ്ണ് എന്നെ അവളിൽ പിടിച്ചുകെട്ടി. സത്യം. പിന്നെ എങ്ങോട്ടും എൻ്റെ ദൃഷ്ടി മാറിയിട്ടില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക്. എന്നിട്ടാണോ വേറൊരു തോക്കിൽ കയറി വെടിവെക്കരുത്. ലെറ്റ് മി സേ, ഒരു പെണ്ണ് കണ്ടു, അവളെ കെട്ടി എന്നതുകൊണ്ട് നീ ഇല്ലാതാവുന്നില്ല. ഒരുപാട് ബന്ധങ്ങളിൽ സമൂഹത്തിൽ അങ്ങനെയുമുണ്ട്. സ്മൂത്തായി നടന്നു പോകുന്നുണ്ട്. പൊട്ടലും ചീറ്റലുമില്ലാതെ അത് നടത്തിക്കൊണ്ട് പോകേണ്ടത് ആണിൻ്റെ കൗശലമാണ്. എനിക്കത് കഴിയും. രണ്ടാം ഭാര്യ അല്ലേ? അല്ല. ആദ്യ ഭാര്യ. അല്ല. നീ ചോദിച്ച ചോദ്യം ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ. രണ്ടാം ഭർത്താവല്ലേ ഞാൻ? അത് സാമുവൽ മരിച്ചപ്പോൾ. നുണ. സാമുവൽ ജീവിച്ചിരുന്നെങ്കിലും നാം തമ്മിൽ ബന്ധമുണ്ടായേനെ. സത്യമല്ലേ? സമൂഹം അവിഹിത ബന്ധം എന്നാരോപിക്കുന്ന ആ തെറ്റിൻ്റെ വക്കത്തായിരുന്നു നമ്മൾ. അല്ല, നമ്മൾ വീണ് കഴിഞ്ഞിരുന്നു, ഇല്ലേ? അടുത്ത മുറിയിൽ അവൻ്റെ കൊക്കിയുള്ള ചുമ കേട്ടുകൊണ്ട് നീ എൻ്റെ കൈകളിൽ ഒതുങ്ങി നിന്നിട്ടില്ലേ? ധ്വനിയിൽ നിന്ന് മറുപടി വന്നില്ല. എന്താ മിണ്ടാത്തത്? ഉത്തരം യെസ് എന്നായതുകൊണ്ട് തന്നെ. നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. ഇതൊന്നും തെറ്റുമല്ല. ഒരു പെണ്ണിന് ഒരാണ്, ഒരാണിനൊരു പെണ്ണ്. ഇതൊക്കെ സൊസൈറ്റി അടുപ്പിച്ച ഫൂളിഷ്നെസ്സാണ്. സംസ്കാരത്തിൻ്റെ ഏത് കുപ്പായമിട്ടാലും മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു കാടനുണ്ട്. സന്ദർഭം കിട്ടുമ്പോൾ അവൻ പുറത്തു ചാടും. അമേരിക്കൻ പ്രസിഡന്റ് മുതൽ അരപ്പട്ട കെട്ടിയ ശിപ്പായി വരെ ഈ ദൗർബല്യത്തിന് അടിമയാണ്.
സത്യത്തിൽ അത് ദൗർബല്യമല്ല, ശക്തിയാണ്. പ്രകൃതിക്ക് ചേർന്നതാണ്. ഏകപത്നി വ്രതക്കാരനായ ഒരു പോത്തോ പുലിയോ നായയോ ഉണ്ടോ ഈ പ്രകൃതിയിൽ? കിരൺ എന്താ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അയാൾക്ക് നേരെ തിരിഞ്ഞു കിടന്ന് ധ്വനി ചോദിച്ചു. സിമ്പിൾ. ഗാഥ വരുന്നത് കൊണ്ട് ധ്വനി ഇല്ലാതാവുന്നില്ല. കാരണം കിരണിന് മുന്നിൽ ധ്വനിക്കാണ് ഒന്നാം സ്ഥാനം. തെറ്റിക്കുമോ ഈ വാക്ക്? അവളെ നെഞ്ചിലമർത്തിക്കൊണ്ട് അയാൾ മുരണ്ടു. അതിന് കിരൺ വേറെ ജനിക്കണം മോളെ. ആ ഉറപ്പ് മതിയായിരുന്നു ധ്വനിക്ക്. അതിൻ്റെ തണുപ്പിൽ കുളിരിൽ അവൾ മാടപ്രാവിനെ പോലെ അയാളുടെ നെഞ്ചിലൊതുങ്ങി. മൊബൈൽ ശബ്ദിച്ചതും കിരൺ കൈയെത്തിച്ചെടുത്തു. ലേശം പകിക്കാതിരുന്നില്ല. ധ്വനിയായിരുന്നു. അയാൾ മെല്ലെ തലചിരിച്ചു നോക്കി. ഗാഥ ഉറക്കത്തിലാണെന്ന് കണ്ടതും കിരൺ കോൾ കട്ട് ചെയ്ത് നീക്കി വെച്ചു. കുറച്ച് അക്രമമായി പോയി എന്നോർക്കുകയും ചെയ്തു. ആദ്യരാത്രിയാണ്, തറവാടാണ്, കിടപ്പറയാണ്. തൊട്ടടുത്ത് കെട്ടിയ പെണ്ണ് കിടക്കുന്നു. ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ എന്ത് വിവരക്കേടാണ് ഇവൾ കാട്ടിയത്? കോമൺ സെൻസ് ഇല്ലേ? കിരൺ എഴുന്നേറ്റിരുന്ന് ഒരു സിഗരറ്റ് കത്തിച്ചു. കോൾ കട്ട് ചെയ്തത് ഒരു സൂചനയാണ്. ഇനി വിളിക്കരുത്. മൊബൈൽ ഫോൺ സമ്മാനിച്ചത് അബദ്ധമായി പോയെന്ന് അയാൾക്ക് തോന്നി. സൂചന ലക്ഷ്യത്തിൽ കൊണ്ടു. ധ്വനി പിന്നെ വിളിച്ചില്ല. എങ്കിലും ഏതെങ്കിലും ഒരു നിമിഷം അതുണ്ടായേക്കാമെന്ന ഉത്കണ്ഠയിൽ കിരൺ മൊബൈൽ എടുത്ത് പ്രഭാത സവാരിക്കിറങ്ങി. ഒഴിഞ്ഞൊരിടത്തെത്തിയിട്ട് ധ്വനിയുടെ നമ്പർ അമർത്തി. എന്തിനാ വിളിച്ചത്? വിളിച്ചപ്പോൾ കോൾ കട്ട് ചെയ്തു അല്ലേ? സിറ്റുവേഷനായിരുന്നു. ഊഹിച്ചൂടെ? വല്ല ബോധവുമുണ്ടോ? എല്ലാം നിന്നോട് വിസ്തരിച്ചിട്ടില്ലേ ഞാൻ? പിന്നെന്തിനു വിളിക്കണം? അതും പാതിരാത്രിയിൽ. ആദ്യരാത്രിയിലാണെന്ന് പറയൂ. അതെ, അതുതന്നെ. ഭാഗ്യത്തിന് അവൾ നല്ല ഉറക്കമായിരുന്നു. ഞാനിവിടെ ഉറക്കം കിട്ടാതെ കിടക്കുമ്പോൾ നിന്റെ ഉറക്കത്തിന് ഒരു തടസ്സവും വരില്ലെന്ന് എത്ര തവണ പറഞ്ഞു? എന്നിട്ടും വിശ്വാസമില്ല. വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പിന്നെ ഞാൻ അനാഥയാണെന്ന് പെട്ടെന്നൊരു തോന്നിപ്പോയി. സാമുവൽ മരിച്ചു കിടന്നപ്പോൾ തോന്നിയതുപോലെ. എന്നിട്ട് സാമുവൽ പോയപ്പോൾ നീ അനാഥയാണോ? പെരുമഴയത്ത് ഇറക്കി വിട്ടോ നിന്നെ? ഇല്ല, ഒന്നും മറന്നിട്ടില്ല കിരൺ. പക്ഷേ പറഞ്ഞോ. പറയാനുള്ളത് എന്തായാലും ഈ ഫോൺ കോളിനകത്തൊതുങ്ങണം. മോണും വാക്കിനെന്ന നാട്യത്തിൽ വീടിന് പുറത്താ ഞാൻ. പറഞ്ഞോ. ഒന്നുമില്ല. ഇതെനിക്കിഷ്ടമല്ല ധ്വനി. ഉള്ളിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അതെടുത്ത് പുറത്തിടണം. എന്താ ഒരു പക്ഷിയിൽ കൊണ്ടു നിർത്തിയത്? സാമുവൽ മരിക്കുമ്പോൾ കിരൺ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. മനസ്സിലായി. ഇപ്പോൾ പെണ്ണ് കിട്ടിയതുകൊണ്ട് നിന്നെ കട്ട് ചെയ്തേക്കുമെന്ന്, അതല്ലേ? സത്യപ്രതിജ്ഞ ചെയ്യാനൊന്നും തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്തോ. നിന്റെ ഇഷ്ടമല്ലാതെ ഞാൻ എന്തു പറയാൻ? പിണങ്ങണ്ട. സങ്കടം കൊണ്ട് പറഞ്ഞുപോയി. ഞാനിനി വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ വരാം. ഒരു 3-4 ദിവസം. അതുവരെ ഒന്ന് ക്ഷമിച്ചുകൂടെ? കിരൺ വരുത്തിയൊരു ചിരിയോടെ ചോദിച്ചു. ഓക്കെ, ഞാൻ കട്ട് ചെയ്യുക. നിന്നെയല്ല ഈ കോൾ. സംസാരം അവസാനിച്ചപ്പോൾ ഒരു മല കയറി ഇറങ്ങിയ ആശ്വാസം തോന്നി കിരണിന്. ഗാഥയെ എല്ലാവർക്കും ഇഷ്ടമായി. വിശേഷിച്ചും പാർവതി അമ്മയ്ക്ക്. താൻ സ്വപ്നം കണ്ട മരുമകളെ തന്നെ കിട്ടി എന്ന് അവർ കിരണിനോട് പറഞ്ഞു. രൂപം പോലെ പെരുമാറ്റവും. കുലീനം. ഉദ്യോഗസ്ഥയാണെന്ന അഹംഭാവം തീരെയില്ല. തനിക്ക് നല്ലൊരു അനീതിയെ കിട്ടിയ ഇന്ന് രഞ്ജിനിക്കും തോന്നി. 2-ാം ദിവസം ഉച്ച തിരിഞ്ഞ് ബ്രോക്കർ കൗസല്യ കയറി വന്നു. ഗാഥയെ പിടിച്ച് മുന്നിൽ നിർത്തി. അടിമുടി നോക്കി. മാമി മനസ്സിനൊരു വിലയിരുത്തൽ നടത്തി. എന്നിട്ട് പറഞ്ഞു, ഓ, ഇത്ര നല്ല കുട്ടിയൊന്നും എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നില്ല പാർവതി ചേച്ചി. അത് അമ്പലത്തിലെ സാക്ഷാൽ ഭഗവതിയെപ്പോലെയുണ്ട്. കിരൺ കേൾക്കാതെയാണ് മാമി അത് പറഞ്ഞത്. ഉടൻ കിരണിൻ്റെ മറുചോദ്യം വന്നു. അപ്പോൾ വിളക്ക് കൊളുത്തി തൊടാനല്ലേ പറ്റൂ മാമി? കൂടെ പൊറപ്പിക്കാൻ വെക്കുമോ? മാമിക്ക് നീരസം വന്നു. ഞാനതല്ല ഉദ്ദേശിച്ചേ. മുഖത്ത് എത്ര ഐശ്വര്യമാണെന്നോ. ഉടനെ ഒരു ദുർവ്യാഖ്യാനം. അന്ന് രാത്രി കിടപ്പറയിലേക്ക് ചെന്ന കിരൺ ഗാഥയെ വലിച്ചടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവതിയുടെ മുഖച്ഛായ ഉണ്ടെന്നാണല്ലോ ജനസംസാരം. എന്നുവെച്ചാൽ നിഗ്രഹാനുഗ്രഹ ശക്തിയുണ്ടെന്നർത്ഥം അല്ലേ? ഗാഥ ഒന്നും മിണ്ടാതെ നിന്നു. എന്നാൽ നിഗ്രഹവും അനുഗ്രഹവും ഒന്നും വേണ്ട. ഒബീഡിയൻ്റായ ഒരു ഭാര്യ, അത്ര മതി. ആ വാക്കുകൾ ഗാഥയെ സൂചിമന പോലെ സ്പർശിച്ചു. ഒബീഡിയൻ്റായ ഒരു ഭാര്യ, അത്ര മതി. കിരൺ കൂടുതൽ വ്യക്തമാക്കി. ഒബീഡിയൻസ്, അത് പ്രധാനമാണ്. എന്നുവെച്ചാൽ എൻ്റെ അമ്മയെപ്പോലെ. അമ്മ ഒരിക്കലും ഒന്നിനും അച്ഛനെ ചോദ്യം ചെയ്തിട്ടില്ല. അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് വിനയപൂർവ്വം ഉത്തരം തന്നിട്ടേയുള്ളൂ. പെണ്ണ് ചോദ്യം ചോദിച്ചു തുടങ്ങിയാൽ അതോടെ കുടുംബം ഡിസോർഡർ ആവുമെന്ന് അച്ഛൻ വിശ്വസിച്ചു. ഞാനും വിശ്വസിക്കുന്നു.
വിവാഹത്തിൻ്റെ 2ാം രാത്രിയിൽ തന്നെ കിരൺ തൻ്റെ ന്യായം പ്രഖ്യാപിച്ചത് ഗാദിയെ തെല്ലമ്പരിപ്പിച്ചു. വായിച്ചതോ പറഞ്ഞു കേട്ടതോ ആയ മധുവിധ ദിവസങ്ങളിലൊന്നും ഇങ്ങനെയൊരു മൂർച്ചയുള്ള തുടക്കമില്ല. എന്താ മുഖം വല്ലാതെ? കിരൺ അവളുടെ തോളിൽ കൈയമർത്തി ചോദിച്ചു. ഫീൽ ചെയ്തു എൻ്റെ ഡയലോഗ്? സാരമില്ല, ഞാൻ ഇങ്ങനെയാണ്. എൻ്റെ ചേട്ടൻ്റെ മറുപുറം. അച്ഛനാണെൻ്റെ മാതൃക. ഒരു മിനി ഹിറ്റ്ലറായിരുന്നു കക്ഷി. ഒരുപാട് ശിക്ഷിച്ചിട്ടുണ്ട് അമ്മയെ. അമ്മയുടെ ഭാഗം പറയുന്നതിന് ചേട്ടനും കിട്ടിയിട്ടുണ്ട് ധാരാളം. നയപരമായി നിന്ന് ഞാൻ രക്ഷപ്പെടും. ചേട്ടനാൾ നല്ലവനാണെങ്കിലും ഒരുപാട് കോംപ്രമൈസിങ്ങിലാണ്, വിശേഷിച്ചും അമ്മയുടെയും ചേട്ടത്തിയുടെയും അടുത്ത്. സത്യത്തിൽ കല്യാണം എപ്പോഴും വേണ്ടെന്ന് ഞാൻ നടന്നതിന് കാരണം തന്നെ ചേട്ടൻ്റെ ഈ ഒരു തരം വിട്ടുകൊടുക്കൽ ശൈലിയാ. മീശയ്ക്ക് അപമാനമുണ്ടാക്കുന്ന ശൈലി. ഗാഥ നിശബ്ദമായിരുന്നു. തീരെ പരിചിതമല്ലാത്തൊരു ലോകത്തെത്തിയത് അവൾക്ക് മനസ്സിലായി. കേൾക്കാത്ത വാക്കുകൾ, അറിയാത്ത വീക്ഷണങ്ങൾ, അതും ഒരു സമയനിഷ്ഠവും വരുത്താതെ മുൻകൂട്ടി വിശദമാക്കുകയാണ്. യാത്ര പുറപ്പെടും മുമ്പ് യാത്രയുടെ നിയമാവലി പഠിക്കും പോലെ, മുന്നറിയിപ്പ് പോലെ. ബാങ്ക് ജോബ് എങ്ങനെ? ടെൻസാണോ? കിരൺ സിഗരറ്റ് വലിച്ചുകൊണ്ട് ചോദിച്ചു. ബൈ ദ വേ, ഗാഥയ്ക്ക് സിഗരറ്റിൻ്റെ സ്മെൽ ഇഷ്ടമാണോ എന്ന് ചോദിച്ചില്ല. ഇഷ്ടമല്ലെങ്കിലും സഹിച്ചേ പറ്റൂ. കാരണം ഇതെൻ്റെ 10 കൊല്ലമായുള്ള ശീലമാണ്. അഡിക്ഷണലെന്ന് പറയാം. അച്ഛൻ സ്മോക്ക് ചെയ്യുമോ? ഇല്ല. മദ്യം വല്ലപ്പോഴും. വെരി ഗുഡ്. അപ്പോൾ എനിക്ക് ചേർന്ന പാർട്ടിയാണ്. കിരൺ ചിരിച്ചുകൊണ്ട് ഗാഥയെ ചുറ്റിപ്പിടിച്ച് ചേർത്തമർത്തി. ഞാനും വല്ലപ്പോഴും കഴിക്കും. ഈ ബാർ നിരോധനം എന്നെ ബാധിച്ചിട്ടില്ല. യുനോ വൈ? ഞാൻ ബാറിലിരുന്ന് കഴിക്കാറില്ല. ഒന്നുകിൽ എൻ്റെ വാടക വീട്ടിൽ, അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട്സിൻ്റെ ഫ്ലാറ്റിൽ. അടുത്ത ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ 2-3 പേരേയുള്ളൂ. മുറിയിൽ പുക പരന്നു, സിഗരറ്റിൻ്റെ ഗന്ധം. ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. മാനേജറാവാൻ എത്ര വർഷം സർവീസ് വേണം? ചുമ്മാ ചോദിച്ചെന്നേയുള്ളൂ. മാനേജറായാൽ എൻ്റെ പേ സ്കെയിലിനെ കടത്തി വെട്ടുമോ? വെട്ടിയാലും വിരോധമില്ല. ഞാൻ വരച്ച വരയ്ക്കപ്പുറം നീ പോകാതിരുന്നാൽ മതി. ഒബീഡിയൻസ്, അത് വളരെ പ്രധാനം. അടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ ഓരോ വാക്കിലും തുമ്പത്തോരോ തീത്തുള്ളിയുണ്ടെന്ന് ഗാഥയ്ക്ക് തോന്നി. വാക്കുകൾ തെറിച്ചപ്പോഴെല്ലാം അവൾക്ക് പൊള്ളി. നേരം കുറച്ചായെന്ന് തോന്നുന്നു ഇല്ലേ? അവളുടെ കവിളത്ത് മുഖം ചേർത്തുകൊണ്ട് കാതിൽ അയാൾ മുരണ്ടു. നമുക്ക് ക്ഷയിച്ചാലോ? സമയം വിലപ്പെട്ടതാണ്. ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്. ഇനി ശരീരത്തെ പിടിച്ചാൽ കിട്ടില്ല. ഇനി ശരീരങ്ങൾ തമ്മിൽ പെരുമാറട്ടെ, അല്ലേ? ഗാഥ നനച്ചിരിക്കാത്ത നിമിഷത്തിൽ പെട്ടെന്ന് കിരൺ അവളെയും കൊണ്ട് മെത്തയിലേക്ക് മറിഞ്ഞു. സിഗരറ്റ് കറ പിടിച്ച ചുരുണ്ടുകൾ തൻ്റെ മുഖം മലിനപ്പെടുത്തുന്നത് ശ്വാസമുട്ടലോടെ ഗാഥ അറിഞ്ഞു. അല്പനേരത്തെ നായാട്ടിന് ശേഷം അവളെ തനിച്ചാക്കി അയാൾ ഉറക്കത്തിലേക്ക് പോയി. തൻ്റെ ഉടലിനോട് ഒട്ടിച്ചേർന്നാണ് കിടക്കുന്നതെങ്കിലും ആ പുരുഷ രൂപത്തിലെ മനസ്സ്